ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ പരിചയപ്പെടുത്താവുന്ന വേറെ ഒന്നുമല്ല, ജെബേസിൻ്റെ ഏറ്റവും പുതിയൊരു ഷാഡായ ഗൂസ് മേക്കർ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കാണിക്കാൻ പോണ മെയിനായിട്ട് ഇതൊരു കളറാണ്. ഈ കളറിൻ്റെ ഒപ്പം ഞാൻ പറയുന്ന വേറെ ഒന്നുമല്ല, ഈ ഷാഡിൻ്റെ പ്രത്യേകത ഇതിന് 30 ഗ്രാം വെയിറ്റ് ഉണ്ട്. അതുകൂടാതെ 6.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്, 6.5 ഇഞ്ചസാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുകൂടാതെ ഇത് നാച്ചുറൽ ഫ്ലോട്ടിംഗ് ആണ്. നാച്ചുറൽ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേം ഹുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്ലോട്ട് ചെയ്ത് കിടക്കും. നമുക്കിപ്പോൾ സാൽമൺ, ബാരാമുണ്ടി, പിന്നെ നമ്മുടെ സ്നേക്ക് ഹെഡ്, ഇങ്ങനെയുള്ള ഫിഷുകളെ നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ ടോപ്പ് വാട്ടർ ഇട്ട് യൂസ് ചെയ്യണ പോലെ തന്നെ ഈ ഷാഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്കിപ്പോൾ ഇതൊരു സസ്പെൻഡിങ് ലൂറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജെബേസിൻ്റെ തന്നെ ബക്കറ്റ് മൗത്ത് എന്ന് പറഞ്ഞാൽ ഈ ജിഗഡിൻ്റെ 7 ഗ്രാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു 2 to 3 ഫീറ്റ് ഡെപ്തിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വലിച്ച് സസ്പെൻഡിങ് ആക്കി യൂസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ യൂസായ നോർമൽ ഫിഷിങ്ങിനാണെങ്കിൽ ഇതിൻ്റെ തന്നെ 21 ഗ്രാമിൻ്റെ ബക്കറ്റ് ജിഗഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷാഡിനെ നമുക്ക് നോർമൽ ഒരു ഷാഡ് എങ്ങനെ യൂസ് ചെയ്യുന്നു ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളേഴ്സ് കാണിക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ വരുന്ന ഗ്രൂപ്പർ ഫിഷിങ്ങിന് വേണ്ടി ഈ ജിഗഡ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഷാഡ് നമുക്ക് ബോട്ടമിൽ നിന്ന് നമുക്ക് ഇപ്പോൾ വലിയ ഗ്രൂപ്പർ ഇപ്പോൾ വരുന്ന സമയമാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഈ പറയുന്ന പോലെ 10-11 കളറോളം അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് സാധനം മേടിക്കേണ്ടതാണ്. കാര്യം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ട് ഞാൻ വേണ്ടി 3 കളേഴ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ അതിലെ 3 കളേഴ്സാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടില്ലേ, ഇത് വലിച്ചാൽ പൊട്ടാത്ത മെറ്റീരിയലിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുകൂടാതെ അതിൻ്റെ ആക്ഷൻ കണ്ടില്ലേ, വെറുതെ ലൂറ് കൈ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ആക്ഷൻ കണ്ട. അതുകൂടാതെ ഇങ്ങനെ ഉണ്ടാവും വാലിൻ്റെ ആക്ഷൻ. അതുകൂടാതെ ഇതിൻ്റെ ഷേപ്പ് കണ്ട, ഒരു ഫിനിഷിങ് കണ്ട. നമ്മൾ ഈ ഷാഡുകൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ആ ഷാഡിൻ്റെ ഫിനിഷിങ് നമുക്കൊന്നും പറയാനില്ല. അത്രയും പെർഫെക്റ്റ് ഫിനിഷിംഗ് ആണ്. ഒരു ഷാഡിൽ ഒരു കൂത്തോ ഒരു കോമയോ ഒന്നുമില്ല, മനസ്സിലായോ? അതുകൂടാതെ ഇതിനെല്ലാം വേം ഹുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റൊമക്കിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇത് കണ്ടില്ലേ, ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഹുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. എന്തൊക്കെ വന്നാലും നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ വാട്ടറിന് അത്യാവശ്യം ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ഷാഡായിരിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓസ്ട്രേലിയയിൽ ഓൾറെഡി ബാരാമുണ്ടിക്ക് വേണ്ടി അത്യാവശ്യം നല്ലപോലെ പോകുന്നതാണ്. പിന്നെ ഞാനിത് ഈ ഷാഡിലെ ഏറ്റവും പ്രത്യേകതയായിട്ട് കാണുന്നതാണ് ഈ കാണുന്നൊരു പാച്ച്. അത് നമ്മുടെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾക്ക് മാത്രമാണ് അങ്ങനത്തെ ഒരു പാച്ചിൽ നമുക്ക് ഷാഡ് വന്നിരിക്കുന്നത്, പേരെഴുതി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാർക്ക് എല്ലാവർക്കും ജെബേസിൻ്റെ ക്വാളിറ്റിനെ പറ്റി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാധനത്തിൻ്റെ ഡീറ്റെയിൽ നമുക്ക് വേറെ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെയാണ്. കണ്ടില്ലേ, ഇതാണ് ഈ ഷാഡ്. ജസ്റ്റ് ഒരു മീനിനെ നമ്മൾ കൈ പിടിച്ചാൽ അതേ ഫീലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാരാമുണ്ടി, ഗ്രൂപ്പർ, സ്നാപ്പർ, വലിയ സ്നാപ്പർ, അതെല്ലാ കളേഴ്സും ഒന്നിലൊന്ന് വെട്ടുന്ന കളേഴ്സ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലിമിറ്റഡ് ക്വാണ്ടിറ്റികൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.